സോ ഗൈസ്, അപ്പം ഈ കാണുന്നതാണ് ഏറ്റവും പുതിയ ഫോക്സ്വാഗൻ ടൈഗോണിൻ്റെ ടോപ്പ് ലൈൻ എന്ന് പറയുന്ന വേരിയൻറ്റ്. 1 ലിറ്ററിൻ്റെ ഏറ്റവും ടോപ്പ് എൻഡ് വേരിയൻ്റ് ആണ് ഈ കാണുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതിൻ്റെ ഒരു ചെറിയൊരു വോക്കറൗണ്ടാണ്. എന്തൊക്കെ ഫീച്ചേഴ്സ് ഇൻറ്റീരിയറിലും എക്സ്റ്റീരിയറിലും വരുന്നുണ്ടെന്നാണ് ചെക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായി നിങ്ങൾക്ക് ഈ വാഹനം സ്വന്തമാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് സൈഡിൽ തന്നെ ഞാൻ മെൻഷൻ ചെയ്യാൻ ത്രൂ ഔട്ട് ദ വീഡിയോ. അതേപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഇതേപോലെ ഓട്ടോമൊബൈൽ കണ്ടൻസ് കാണാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ഗൈസ്, അപ്പോൾ ഇതാണ് കീസ് വരുന്നത്. കീസിനകത്ത് വലിയ ചേഞ്ചസ് ഇല്ല. നമുക്ക് ലോക്കും അൺലോക്കും ബൂട്ട് റിലീസിൻ്റെ ഫംഗ്ഷനും വന്നിട്ടുണ്ട്. ഒരു ഫ്ലിപ്പ് കീ ആണ്. നമുക്ക് എമർജൻസി പർപ്പസിനകത്ത് ഈ ഫ്ലിപ്പ് കീ യൂസ് ചെയ്ത് അൺലോക്കും ചെയ്യാം. സോ അപ്പോൾ അത്രകൾ നമ്മൾ കീസിൻ്റെ കാര്യം. നമുക്കിനി എക്സ്റ്റീരിയർ ചെക്കൗട്ട് ചെയ്യാം. സോ ഗൈസ്, ഫ്രണ്ട് പ്രൊഫൈലിലെ മെയിൻ അട്രാക്ഷൻ പോയിരിക്കുന്ന ഈ കണക്റ്റിംഗ് DRLs ആണ്. ആ ഫോക്സ്വാഗൻ്റെ ഇലിമിനേറ്റഡ് ലോഗോ കാണാൻ നല്ല രസമുണ്ട്. ഇറ്റ്സ് ലുക്സ് റിയലി ഗുഡ്. നമ്മുടെ ഹെഡ്ലാമ്പ് യൂണിറ്റിൻ്റെ കാര്യം പറയാം, ഓട്ടോമാറ്റിക് ഹെഡ്ലാമ്പ്സ് ആണെന്ന് വന്നിട്ട് ഓട്ടോ ലെവലിംഗ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് നിങ്ങൾ വിചാരിക്കും ഫോക്ക് ലാംപ്സ് മിസ് ഔട്ട് ചെയ്തിട്ടുണ്ട്, ബട്ട് ഇൻബിൽറ്റ് ഫോക്ക് ലാംപ്സ് ആണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അത് ഫോക്സ്വാഗൻ്റെ ഒരു ടെക്നോളജിയാണ്, ഒരു അടിപൊളി ടെക്നോളജിയാണ്. ഇറ്റ്സ് വിസിബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നതാണ് ഫോക്സ്വാഗൻ ക്ലെയിം ചെയ്യുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ ലോഗോ നല്ല രസമുണ്ട്. ഇറ്റ്സ് റിയലി ഗുഡ്. പിന്നെ വെൽക്കം ആനിമേഷൻസ് എല്ലാം ഈ വേരിയൻറ്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ താഴോട്ട് പോയ ക്രോമിൻ്റെ സ്ട്രിപ്സ് ഇങ്ങനെ പോയിട്ടുണ്ട്, കാണാൻ നല്ല രസമുണ്ട്. അതേപോലെ തന്നെ 4 പാർക്കിംഗ് സെൻസേഴ്സാണ് ഫ്രണ്ടിൽ വന്നിരിക്കുന്ന. സ്കിഡ് പ്ലേറ്റ്സും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ഓവറോൾ ഫ്രണ്ട് പ്രൊഫൈൽ ലുക്സ് റിയലി ഗുഡ് ഇൻ മൈ ഒപ്പീനിയൻ. നമുക്കിനി സൈഡ് പ്രൊഫൈൽ ചെക്കൗട്ട് ചെയ്യാം. ഓക്കെ, സൈഡ് പ്രൊഫൈലിൽ മെയിൻ ചേഞ്ച് വന്നിരിക്കുന്ന വീൽസിലാണ്. നമുക്ക് പുതിയ വീൽസാണ് വന്നിരിക്കുന്നത്. 17 ഇഞ്ച് വീൽസാണ്. സൈസിൽ വലിയ ചേഞ്ചസ് ഒന്നുമില്ല, ബട്ട് ഡിസൈനിനകത്ത് ചേഞ്ച് വന്നിട്ടുണ്ട്. ഒരു ഡുവൽ ടോൺ ഫിനിഷിലാണ്, മീൻസ് ഒരു ഡയമണ്ട് കട്ട് ഫിനിഷിലാണ് ഈ ടോപ്പ് ലൈൻ ട്രിമ്മിനകത്ത് വരുന്നത്. ഓൾ ബ്ലാക്ക് ട്രിമ്മാണ് നമ്മുടെ GT ലൈനിനകത്തും GT വേരിയൻസിനകത്ത് വരുന്നത്. പിന്നെ എല്ലാം നമുക്ക് സിൽവർ ഫിനിഷിലെ ഡോർ ഹാൻഡിൽസ് വന്നിട്ടുണ്ട്. ക്രോം ഫിനിഷ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ക്രോമിൻ്റെ ചെറിയ സ്ട്രിപ്പ് ഇവിടോട്ട് പോയിട്ടുണ്ട്. നല്ലൊരു പ്രീമിയം ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ഈ ഓറംസിൻ്റെ കാര്യം പറയുന്നത് ഓട്ടോ ഫോൾഡിങ് ഓറംസ് ആണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് വിത്ത് ഇൻഡിക്കേറ്റേഴ്സ്. ഇതിനകത്ത് അഡ്ജസ്റ്റ്മെൻറ്റ്സ് എല്ലാം ഇലക്ട്രിക്കാണ് വന്നിരിക്കുന്നത്. പിന്നെ റൂഫ് റെയിൽസ് വന്നിട്ടുണ്ട്. നമുക്ക് അതിൽ ഫംഗ്ഷനിലാണ് വന്നിരിക്കുന്നത്, സിൽവർ ഫിനിഷിലാണ് വന്നിരിക്കുന്നത്. ടോപ്പിലോട്ട് പോയ സൺറൂഫ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഷാർഫിൻ ആൻറ്റീന സ്റ്റൈൽ പെർസ്പെക്റ്റീവിൽ വന്നിട്ടുണ്ട്. സോ ഓവറോൾ സൈഡ് പ്രൊഫൈൽ ലുക്സ് റിയലി ഗുഡ്. പിന്നെയുള്ള ഒരു കാര്യം ഞാൻ മിസ് ഔട്ട് ചെയ്ത്, ഇതിനകത്ത് റിക്വസ്റ്റ് സെൻസർ വന്നിട്ടുണ്ട്, കീലെസ് എൻട്രി വന്നിട്ടുണ്ട്. പിന്നെ ചെറിയ ഫോക്സ്വാഗൻ ലോഗോ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാം നമ്മളുടെ ക്ലാഡിങ്സ് 360 വ്യൂ ആയിട്ട് റഫ് ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു ലുക്സിനെ എൻഹാൻസ് ചെയ്യുന്നുണ്ട്, ഒരു മാച്ച് ലുക്കിങ് കൊടുത്തിട്ടുണ്ട്. സോ ഗൈസ്, നമുക്കിനി സൈഡ് പ്രൊഫൈൽ ചെക്കൗട്ട് ചെയ്ത് തന്നെ ഇനി ബാക്ക് പ്രൊഫൈൽ ചെക്കൗട്ട് ചെയ്യാം. സോ ഗൈസ്, ബാക്ക് പ്രൊഫൈൽ മെയിൻ ചേഞ്ച് വന്നിരിക്കുന്നത് ടെയിൽ ലാംപ്സിലാണ്. ടെയിൽ ലാമ്പ് പുതിയൊരു ടെയിൽ ലാമ്പ് സെറ്റപ്പാണ് വന്നിരിക്കുന്നത്. കണക്ട് ചെയ്ത് മറ്റേ VW ലോഗോ ഇലുമിനേറ്റഡ് ആണ്. കാണാൻ നല്ല രസമുണ്ട്. രാത്രിയാണ് കൂടുതൽ അട്രാക്റ്റീവായിട്ട് വരുന്നത്. ഓൾ LED സെറ്റപ്പാണ് വന്നിരിക്കുന്നത്. ഇൻഡിക്കേറ്റേഴ്സ്, റിവേഴ്സ് ലാമ്പ് ഉൾപ്പെടെ LED ആണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. സോ ഗൈസ്, അപ്പോൾ അത്രയ്ക്കുള്ള ടെയിൽ ലാംപ്സിൻ്റെ കാര്യം. പിന്നെ ടൈഗോണിൻ്റെ ബാച്ചും TSIയുടെ ബാഡ്ജും എല്ലാം ഒരു ക്രോം ഫിനിഷിൽ കൊടുത്തിട്ടുണ്ട്. സേഫ്റ്റി ആസ്പെക്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് വൈപ്പേഴ്സും ഡീഫോഗേഴ്സും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വാഷർ ഇവിടെ പ്ലേസ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പും കൊടുത്തിട്ടുണ്ട്. പിന്നെ അല്ലാതെ റിവേഴ്സ് ക്യാമറ വന്നിട്ടുണ്ട്. 3 പാർക്കിംഗ് സെൻസേഴ്സ് ബാക്കിലും വന്നിട്ടുണ്ട്. ഇവിടെ നല്ലൊരു ക്രോം ഫിനിഷ് കൊടുത്തിട്ടുണ്ട്, ആ ലുക്കിനെ എൻഹാൻസ് ചെയ്യാനാണ്. പിന്നെ ഡിഫ്യൂസർ ആണെങ്കിൽ റിയർ ബമ്പേഴ്സ് ആണെങ്കിൽ സിൽവർ ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് നമുക്ക് ചെറിയൊരു ഫോഗ് ലാമ്പ് വന്നിട്ടുണ്ട്. സോ അപ്പോൾ അത്രയ്ക്കുള്ള എക്സ്റ്റീരിയറിൻ്റെ കാര്യം. നമുക്കിനി ബൂട്ട് സ്പേസ് ചെക്കൗട്ട് ചെയ്യാം. സോ ഗൈസ്, നമുക്കിനി ബൂട്ട് സ്പേസ് ചെക്കൗട്ട് ചെയ്യാം. അണ്ടർ 450 liters ഓഫ് ബൂട്ട് സ്പേസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല പ്രാക്ടിക്കലായിട്ടുള്ളൊരു SUV ആണ് ഫോക്സ്വാഗൻ ടൈഗോൺ. നമുക്കിവിടെ ബൂട്ട് ലാമ്പ് വന്നിട്ടുണ്ട്, ഫസ്റ്റ് എയ്ഡ് കിറ്റും വന്നിട്ടുണ്ട്, ഹുക്കും വന്നിട്ടുണ്ട്. പിന്നെ പാർഷ്യൽ ഷെൽഫ് ഈ വേരിയൻറ്റിൽ വന്നിട്ടുണ്ട്. പിന്നെ അല്ല 60-40 സ്പ്ലിറ്റ്സ് ആണ് സീറ്റ്സിന് വന്നിരിക്കുന്നത്. പിന്നെ അല്ല സബ് വൂഫർ ഈ ബാക്കിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ സ്പെയർ വീലിൻ്റെ ഭാഗത്താണ് സബ് വൂഫർ വന്നിരിക്കുന്നത്. സ്പെയർ വീൽ വന്നിരിക്കുന്നത് നമുക്ക് 16 inches ആണ് വന്നിരിക്കുന്നത്. സോ ഗൈസ്, അപ്പോൾ അത്രയ്ക്കുള്ള ബൂട്ട് സ്പേസ് ഡീറ്റെയിൽസ്. നമുക്കിനി ഇൻറ്റീരിയർ ചെക്കൗട്ട് ചെയ്യുന്ന മുമ്പ് എഞ്ചിൻ ഡീറ്റെയിൽസ് ചെക്കൗട്ട് ചെയ്യാം. സോ ഗൈസ്, എഞ്ചിൻ്റെ കാര്യം പറയാം. 1 ലിറ്റർ എഞ്ചിനാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന. ഒരു 1.5ൻ്റെ ഓപ്ഷൻ ഉണ്ട്. ഈ കാണുന്ന 1 ലിറ്ററിൻ്റെ പെർഫോമൻസിൻ്റെ കാര്യം പറയാം. 115 bhp 178 Nm ഓഫ് ടോർക്കാണ് ജനറേറ്റ് ചെയ്യുന്നത്. 6 സ്പീഡ് മാനുവലും ഒരു പുതിയ 8 സ്പീഡ് ടോർക്ക് കൺവെർട്ടർ ഗിയർ ബോക്സിനകത്ത് അവൈലബിൾ ആണ് ഈ ഒരു വാഹനം. പിന്നെ ഉള്ള 1.5 ലിറ്റർ ആണ്, അത് GT ട്രിംസിന് മാത്രം അവൈലബിൾ ആയിട്ടുള്ളത്. സോ ഗൈസ്, അപ്പോൾ അത്രയ്ക്കുള്ള എഞ്ചിൻ ഡീറ്റെയിൽസ്. നമുക്കിനി ഇൻറ്റീരിയർ ചെക്കൗട്ട് ചെയ്യാം. നമുക്ക് റിയർ സീറ്റ്സിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. റിയർ സീറ്റ്സിൻ്റെ കാര്യം പറയാം. ഡോർ പാനൽസിൻ്റെ കാര്യം തന്നെ പറയാം. ഡുവൽ ടോൺ ഫിനിഷിലാണ് വന്നിരിക്കുന്നത്. ഒരു ലെതർ ഫിനിഷിട്ടൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് സോഫ്റ്റ് ടച്ച് മെറ്റീരിയലാണ്. സ്റ്റിച്ചിങ്സ് ഒക്കെ നല്ലപോലെ പോയിട്ടുണ്ട്. അത് നല്ലൊരു ലക്ഷറി ഫീൽ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഡോർ ഹാൻഡിൽസ് എല്ലാം സിൽവർ ഫിനിഷിലാണ്. വിൻഡോ കൺട്രോൾസ് വന്നിട്ടുണ്ട്. ഡോർ പോക്കറ്റ്സും സ്പീക്കറിൻ്റെ പ്ലേസ്മെൻറ്റും വന്നിട്ടുണ്ട്. പിന്നെ സീറ്റ്സിൻ്റെ അപ്പോൾസ്ട്രിയുടെ കാര്യം പറയാം. ഡുവൽ ടോൺ ഫിനിഷിലാണ് വന്നിരിക്കുന്നത്. ഓൾ ലെതറാണ് അപ്പോൾസ്ട്രി വന്നിരിക്കുന്നത്. നല്ലൊരു ക്വാളിറ്റിയാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സേഫ്റ്റി ആസ്പെക്റ്റ് പറയാൻ നമുക്ക് 6 എയർ ബാഗ്സും പിന്നെ 3-pointed സീറ്റ് ബെൽറ്റ്സും ഐസോഫിക്സ് മൗണ്ട്സും പിന്നെ ആംറസ്റ്റ് വിത്ത് കപ്പ് ഹോൾഡേഴ്സും ഇൻഡിവിജ്വൽ ഹെഡ് റെസ്റ്റ് എല്ലാം ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആണ് വന്നിരിക്കുന്നത്. പിന്നെ അല്ലാത്ത കാര്യം പറയുകയാണെങ്കിൽ നല്ല ലെഗ് റൂമുണ്ട്. അത്യാവശ്യം ബാക്കിലോട്ട് ഇട്ടേക്കുന്ന സീറ്റ്സ് നല്ല ലെഗ് റൂമുണ്ട്. അണ്ടർ തൈ സപ്പോർട്ടാണ് നല്ലപോലെ ഉണ്ട്.
പിന്നെ ഹെഡ് റൂം സൺറൂഫ് ഉണ്ടായിട്ടും കുഴപ്പമില്ലാത്തൊരു ഹെഡ് റൂം കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ ഫീച്ചേഴ്സിൻ്റെ കാര്യം പറയാൻ നമുക്ക് 2 ടൈപ്പ് സി പോർട്സും വന്നിട്ടുണ്ട്, അതേപോലെ AC വെൻസും വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് മാക്സിൻ ഹോൾഡേഴ്സ് 2 സൈഡിലും വന്നിട്ടുണ്ട്. പിന്നെയുള്ള കാര്യം നമുക്ക് 60-40 സ്പ്ലിറ്റ് സീറ്റ്സ് വന്നിട്ടുണ്ട് ഇവിടെ. അത് നമുക്ക് ഇതിൽ കൂടെ ആക്സസ് ചെയ്യാൻ പറ്റും. സോ ഗൈസ്, അപ്പോൾ അത്രയ്ക്കുള്ളൂ നമ്മളെ സെക്കൻഡ് റോയുടെ കാര്യം. നമുക്കിനി ഫ്രണ്ട് ഡാഷ്ബോർഡ് വ്യൂ ചെക്കൗട്ട് ചെയ്യാം. ഗൈസ്, ഡ്രൈവർ സൈഡിലെ കാര്യം പറയുക, നമുക്ക് റിക്വസ്റ്റ് സെൻസർ വന്നിട്ടുണ്ട്, കീലെസ് എൻട്രി ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഡോർ പാനൽസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ലെതർ ഇൻസേർട്ട്സ് വന്നിട്ടുണ്ട്, മീൻസ് സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ വന്നിട്ടുണ്ട്. നമ്മൾ സ്റ്റിച്ചിങ്സ് ആണെങ്കിൽ ഒരു വൈറ്റ് കളർ ഫിനിഷിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ എല്ലാം ഡുവൽ ടോൺ ഫിനിഷിലാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഇവിടെ ഹാർഡ് പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് ഇവിടെ ടോപ്പ് ഹാഫ് വന്നിരിക്കുന്നത്. ഇവിടെ സിൽവർ എലമെൻറ്റ്സ് വന്നിട്ടുണ്ട്, അതേപോലെ ഡോർ ഹാൻഡിൽസ് സിൽവർ എലമെൻറ്റ്സിലാണ് വന്നിരിക്കുന്നത്. ലോക്കും അൺലോക്കിൻ്റെ സ്വിച്ചസും ഇവിടെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഓവറിംഗ് കൺട്രോൾസും വിൻഡോ കൺട്രോൾസും വന്നിട്ടുണ്ട്. ഡോർ പോക്കറ്റ്സും സ്പീക്കറിൻ്റെ പ്ലേസ്മെൻറ്റും വന്നിട്ടുണ്ട്. ഇവിടെ ഒരു സ്കഫ് പ്ലേറ്റ് വന്നിട്ടുണ്ട്, ടൈഗോണിൻ്റെ ബാഡ്ജ് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പം കവർ ചെയ്തുകൊണ്ട് കാണാൻ പറ്റത്തില്ല. സീറ്റ്സ് ആണ് 6 വേ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ് വന്നിരിക്കുന്നത്, ഇലക്ട്രിക് സീറ്റ്സ് ആണ്. ഫ്രണ്ടിലെ 2 സീറ്റ്സും 6 വേ അഡ്ജസ്റ്റ്മെൻറ്റ്സോടെയാണ് വന്നിരിക്കുന്നത്. സീറ്റ്സിൻ്റെ അപ്പോൾസ്ട്രിയുടെ കാര്യം പറയാൻ നമുക്ക് ഓൾ ലെതർ അപ്പോൾസ്ട്രി ആണ് വന്നിരിക്കുന്നത്. സീറ്റ്സിൻ്റെ കംഫർട്ടിൽ വലിയ ചേഞ്ചസ് വന്നിട്ടില്ല, ബട്ട് അപ്പോൾസ്ട്രി ചേഞ്ച് ആയിട്ടുണ്ട്. നമുക്ക് കളർ സ്കീമിലും ചേഞ്ചസ് വന്നിട്ടുണ്ട്. പിന്നെ നമ്മളെല്ലാം Volkswagen VAG വെഹിക്കിൾസിനകത്ത് കാണുന്ന പോലെ തന്നെ ഇവിടെയാണ് ഹെഡ് ലാമ്പ്സിൻ്റെ കൺട്രോൾസ് വന്നിരിക്കുന്നത്. പിന്നെ എല്ലാം ഇവിടെ ആംബിയൻ ലൈറ്റിംഗ് പോയിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഡെഡ് പെഡൽ പ്രോപ്പറായിട്ട് ഓഫർ ചെയ്തിട്ടുണ്ട്, ഓട്ടോമാറ്റിക് ട്രിംസിനെല്ലാം. സോ ഗൈസ്, നമുക്ക് ഇനി ഇൻറ്റീരിയറിനകത്ത് കയറിയിട്ട് ബാക്കി ഡീറ്റെയിൽസ് ചെക്കൗട്ട് ചെയ്യാം. സോ ഗൈസ്, അപ്പം ഇൻറ്റീരിയറിൻ്റെ കാര്യം പറയുക, നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റിയറിംഗ് വീലിൻ്റെ കാര്യം പറയാം. ലെതർ ആപ്പ് സ്റ്റിയറിംഗ് വീലാണ് ഇതിനകത്ത് വരുന്നത്. ഇതിനകത്ത് തന്നെ നമുക്ക് ക്രൂസ് കൺട്രോളിൻ്റെ കൺട്രോൾസ് ഇവിടെ വരുന്നുണ്ട്, അതേപോലെ തന്നെ നമ്മൾ MID കൺട്രോൾസും വരുന്നുണ്ട്, അതേപോലെ മീഡിയ കൺട്രോൾസും വരുന്നുണ്ട്. നമ്മളിവിടെ സിൽവർ ഫിനിഷൊക്കെ വന്നിട്ടുണ്ട്, ലൈക്ക് അതർ വേരിയൻസ്. ഇവിടെ സ്റ്റിച്ചിങ് ഒക്കെ ആണെങ്കിൽ ബ്ലാക്ക് ഫിനിഷിലാണ് പോയിരിക്കുന്നത്. പാഡൽ ഷിഫ്റ്റേഴ്സ് ഓട്ടോമാറ്റിക് വേരിയൻസിനെല്ലാം വരുന്നുണ്ട്, അത് വേറൊരു കാര്യം. പിന്നെ നമുക്കിവിടെ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ സ്റ്റോക്സ് കാണാം, അതേപോലെ തന്നെ ഹെഡ് ലാമ്പ്സിൻ്റെ വൈപ്പേഴ്സിൻ്റെ സ്റ്റോക്സും കാണാം. ഈ കാണുന്ന ഗേജസ് വരുന്നത് നമ്മളെ ഒരു 10.25 ഇഞ്ചിൻ്റെ ഒരു ഡിജിറ്റൽ കോപ്പിറ്റാണ്, വെർച്വൽ കോപ്പിറ്റാണ് വരുന്നത്. പല ഫീച്ചേഴ്സിനകത്ത് തന്നെ ആക്സസ് ചെയ്യാൻ പറ്റും. ഓഡിയോ വരുന്നുണ്ട്, നാവിഗേഷൻ വരുന്നുണ്ട്, ഡ്രൈവിംഗ് ഡേറ്റ വരുന്നുണ്ട്, വെഹിക്കിൾ സ്റ്റാറ്റസ് വരുന്നുണ്ട്, പിന്നെ ടെലിഫോൺ, അങ്ങനത്തെ കുറേ ഫീച്ചേഴ്സ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ തന്നെ നമ്മളുടെ വെൽക്കം ഫംഗ്ഷനൊക്കെ വരുന്നുണ്ട്. ഇവിടെ ടാക്കോമീറ്ററും ഇവിടെ സ്പീഡോമീറ്ററും ആയിട്ടാണ് വരുന്നത്. നമ്മളെ വെർച്വൽ കോപ്പിറ്റ് നമ്മളെ ടൈറോണിനകത്തും ടൈഗോണിനകത്തും കണ്ട സെയിം ഒരു UI ആണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ ഈ കാണുന്നതാണ് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. നല്ല സ്ലീക്ക് ടു യൂസ് ആണ്, നല്ല ഒരു ഫീഡ്ബാക്ക് ഉള്ളൊരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. Volkswagen കണക്റ്റഡ് കാർ ടെക് ഫീച്ചർ എല്ലാം വരുന്നുണ്ട്. പുതിയതായിട്ട് ആഡ് ഓൺ ചെയ്തിരിക്കുന്ന പാർക്ക് അസിസ്റ്റ് അല്ലെങ്കിൽ ഫ്രണ്ട് പാർക്കിംഗ് സെൻസേഴ്സിൻ്റെ ഫംഗ്ഷൻസിൽ ഇതിനകത്തുണ്ട്. ക്ലൈമറ്റും ഇതിൽ കൂടെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റുന്നുണ്ട്, അത് നല്ലൊരു ഫീച്ചറാണ്. പിന്നെ AC വെൻസ് വന്നിട്ടുണ്ട്. ഇവിടെ കൂടെ ആംബിയൻ ലൈറ്റിംഗ് ഇങ്ങനെ പോയിട്ടുണ്ട്, അതിപ്പം വിസിബിൾ അല്ല, രാത്രിയാണ് കൂടുതലും വിസിബിൾ. പിന്നെ ഇവിടെ തന്നെ നമുക്ക് സീറ്റ് വെന്റിലേഷൻ്റെ ഫംഗ്ഷൻസ് വന്നിട്ടുണ്ട്, അതേപോലെ ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ ഫംഗ്ഷനും വന്നിട്ടുണ്ട്. ഈ കാണുന്നതാണ് ക്ലൈമറ്റ് കൺട്രോൾ. അതിനകത്ത് വലിയ ചേഞ്ചസ് ഒന്നുമില്ല, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ആണ്, സിംഗിൾ സോണാണ് വന്നിരിക്കുന്നത്. ഇവിടെ 2 ടൈപ്പ് സി പോർട്സും ഒരു വയർലെസ് ചാർജറും വന്നിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഗിയർ നോബ്. നമ്മൾ 7-8 സ്പീഡ് ടോർക്ക് കൺവെർട്ടർ ഗിയർ ബോക്സ് ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. പിന്നെ 12 വോൾട്ടിൻ്റെ സോക്കറ്റും എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടണും ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ കീ വെക്കാനുള്ള ചെറിയൊരു ഏരിയ കൊടുത്തിട്ടുണ്ട്, നല്ലൊരു ഫീച്ചറാണ്. പിന്നെ നമുക്ക് കപ്പ് ഹോൾഡേഴ്സ് വന്നിട്ടുണ്ട്, നമ്മൾ ഹാൻഡ് ബ്രേക്കും വന്നിട്ടുണ്ട്, നോർമലാണ് വന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ ആംബ്രസ്റ്റിൻ്റെ താഴെ ഇവിടെ സ്റ്റോറേജ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, അതേപോലെ ലെതർ ഫിനിഷിലാണ് ആംബ്രസ്റ്റ് വന്നിരിക്കുന്നത്. ഗ്ലോ ബോക്സ് ആണെങ്കിൽ കൂൾഡ് ഫംഗ്ഷനോടെയാണ്, നല്ല ഡീപ്പ് ഗ്ലോ ബോക്സ് ആണ് വന്നിരിക്കുന്നത്. നമ്മൾ ഡാഷ്ബോർഡ് ലേ ഔട്ട് ആണെന്ന് കാണാൻ നല്ല അട്രാക്റ്റീവാണ്. പിന്നെ നമ്മൾ ഫ്രെയിംലെസ് IRMs ആണ് വന്നിരിക്കുന്നത്, ഇലക്ട്രോക്രോമിക് ആണ് വന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ റീഡിംഗ് ലാംപ്സ് ആണെങ്കിൽ LED ആണ് ഓഫർ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ സൺറൂഫ് പാൻഡ്രോമിക് ആയെന്നുള്ളതാണ് അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. പുതിയൊരു അപ്ഡേറ്റിൽ പാൻഡ്രോമിക് സൺറൂഫാണ്. ടോപ്പ് ലൈനകത്തും നമ്മളെ GT ട്രിംസിനകത്തും പാൻഡ്രോമിക് സൺറൂഫാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ ഗൈസ്, അപ്പോൾ അത്രയൊക്കെ ഉള്ളു ഫ്രണ്ട് ഡാഷ്ബോർഡ് വ്യൂ അല്ലെങ്കിൽ കോപ്പിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ. സോ ഗൈസ്, അപ്പോൾ അത്രയൊക്കെ ഉള്ളു Volkswagen Taygonൻ്റെ ടോപ്പ് ലൈൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 1 ലിറ്ററിൻ്റെ ഏറ്റവും ടോപ്പ് ആൻഡ് വേരിയൻറ്റിൻ്റെ ഒരു ചെറിയൊരു വോക്ക് റൗണ്ട്. നിങ്ങളുടെ ഒപ്പീനിയൻസ് കമൻറ്റ് ബോക്സിൽ കൂടെ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ സൈഡിൽ തന്നെ മെൻഷൻ ചെയ്യാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. ബൈ ബൈ.